നമുക്കൊപ്പം ഇപ്പോൾ BJP പ്രതിനിധി ശ്രീ ശ്യാംരാജ് കൂടി ചേരുകയാണ്. ശ്യാം, എന്നെ കേൾക്കാമോ? ശ്യാം, എന്നെ കേൾക്കാമോ? ശ്യാംരാജ്, എന്നെ കേൾക്കാമോ? ശ്യാംരാജ്, എന്നെ കേൾക്കാമോ? ശരി, എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഓക്കെ ശ്യാം, ഇപ്പോൾ നോക്കൂ, ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തി കണ്ടെത്തുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വലിയ തുടർ സ്ഫോടനങ്ങൾക്ക് ഇവർ പദ്ധതിയിട്ടിരുന്നു എന്ന വിവരമാണ് വരുന്നത്. അതിന് ഡിസംബർ 6 ബാബറി മസ്ജിദ് ഡെമോളിഷന്റെ ദിവസം തന്നെ തെരഞ്ഞെടുത്തു എന്ന വിവരങ്ങൾ വരുമ്പോൾ അത് വർഗീയമായി കൂടി രാജ്യത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള വലിയ അജണ്ടയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കണം. എന്താണ് പഹൽഗാമിൽ ഉണ്ടായതെന്ന് നമ്മൾ കണ്ടതാണ്. അവിടെ മതം ചോദിച്ചുകൊണ്ട് ഭീകരർ മനുഷ്യരെ കൊന്നൊടുക്കുന്നത് കണ്ടതാണ്. അപ്പോൾ അതേപോലെയുള്ള സമീപനം ഈ ആസൂത്രണത്തിന് പിന്നിലും ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ആ രീതിയിൽ രാജ്യത്ത് വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള അതിഗൂഢമായ പദ്ധതി കൂടി ഉൾച്ചേർന്ന ഭീകരാക്രമണമാണ് നമ്മുടെ രാജ്യത്ത് നടന്നിരിക്കുന്നത് എന്ന് ബോധ്യം വരുന്നു. അപ്പോൾ ഇത് കൂടുതൽ ജാഗ്രത വേണ്ടുന്ന സമയമാണോ? ഭീകരവാദികൾ കൂടുതൽ ശക്തമായി നമ്മുടെ രാഷ്ട്രത്തെ നേരിടുന്നു എന്നതിൻ്റെ സൂചനയാണോ? കൂടുതൽ കരുതൽ വേണം, കൂടുതൽ ആക്രമണങ്ങൾക്കും പദ്ധതികൾക്കും ഇന്ത്യൻ മണ്ണ് ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ സൂചനയാണോ? നോക്കൂ, ഈ തീവ്രവാദികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ എക്കാലത്തും ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മളതിനെ അതിശക്തമായിട്ട് നേരിടുക എന്നുള്ളതാണ് പ്രതിവിധി. അത് ഇന്നലെ നമ്മൾ നേരിട്ടിട്ടുണ്ട്, ഇന്ന് നമ്മൾ നേരിട്ടിട്ടുണ്ട്, നാളെയും നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. ഇത് ഏതെങ്കിലും ഒരു നിമിഷം ഇവരെ നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പല രൂപത്തിലും പല വേഷത്തിലും പണ്ടൊക്കെ ഈ നമ്മൾ പലപ്പോഴും പറയുന്നത് തീവ്രവാദത്തിന് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാരണം വിദ്യാഭ്യാസമില്ലായ്മയും ദാരിദ്ര്യവും ഒക്കെയാണെന്ന്. ഇപ്പൊ നോക്കൂ, ഇപ്പൊ വന്നിട്ടുള്ള ഈ വൈറ്റ് കോളർ ടെററിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു രീതി, അവര് സമൂഹത്തിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ സ്വാധീനം ഉണ്ടാക്കുന്ന ആളുകളാണ്. അപ്പൊ അവരാണ്. അപ്പോൾ ഓരോ തവണയും ഓരോ രീതിയിൽ പുതിയ വേഷത്തിലും ഭാവത്തിലും ഇവർ വന്നുകൊണ്ടേയിരിക്കലാണ്. അപ്പോൾ ആ ഏതൊരു കാലഘട്ടത്തിൽ ഏത് രീതിയിലും വന്നാലും അതിനെയെല്ലാം തച്ചു തകർക്കുക എന്നുള്ളതാണ് ഒരു രാജ്യം എന്നുള്ള രീതിയിലും ഒരു സമൂഹം എന്നുള്ള രീതിയിലും നമ്മൾ ചെയ്യേണ്ടത്. നോക്കൂ, ഇവിടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 22 അറ്റംപ്റ്റുകൾ ഉണ്ടായി നമ്മുടെ രാജ്യത്ത്. 22 അറ്റംപ്റ്റുകൾ തീവ്രവാദ ഒന്നെങ്കിൽ ബോംബ് ബ്ലാസ്റ്റിനോ അതല്ലെങ്കിൽ തീവ്രവാദത്തിന്റെ ISIS അടക്കമുള്ള മൊഡ്യൂളുകളുടെ പ്രവർത്തനം ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 22 അറ്റംപ്റ്റുകളാണ് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പൊളിച്ചു കളഞ്ഞത്. ഇപ്പോൾ ഡൽഹിയിൽ നടന്ന ബ്ലാസ്റ്റ് പോലും അവിടെ അത് നടക്കാൻ പാടില്ലാത്തതാണ്. അത് പറയുമ്പോൾ തന്നെ അതിനുമപ്പുറം ആയിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ നടത്തിയ ഒരു പ്ലാനിനെ, ഒരു പദ്ധതിയെ നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തച്ചു തകർക്കുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാവുക തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് എനിക്ക് ഒരുപക്ഷെ നമ്മളാരും ചർച്ച ചെയ്യാത്ത ഒരു പോയിന്റും കൂടെ പറയണം എന്ന് തോന്നുന്നു. കാരണം നോക്കൂ, ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ രാജ്യത്തിന്റെ അതിർത്തിക്ക് പുറത്തു നിന്നുള്ള തീവ്രവാദികളെ, ഭീകരവാദികളെ നമ്മൾ തച്ചു തകർക്കുകയായിരുന്നു. അവരുടെ ഈ ട്രെയിനിങ് സെന്ററുകളടക്കം നമ്മൾ നാമാവശേഷമാക്കി കളഞ്ഞു. ഒരുപക്ഷെ അടുത്ത കാലത്തെങ്ങും അവരുടെ എയർബേസുകളൊക്കെ ഉയർത്തെഴുന്നേറ്റ് വരാത്ത രീതിയിൽ നമ്മളതിനെ നാമാവശേഷമാക്കി കളഞ്ഞു. അതിന് നമുക്ക് സാധിക്കും. കാരണം അത് അതിർത്തിക്കപ്പുറത്തൊക്കെയാണ് നമ്മളെപ്പോഴും പ്രതീക്ഷിച്ച് നിൽക്കുന്നതാണ്. അതിർത്തിക്കകത്തുള്ള തീവ്രവാദം, ഈ അതിർത്തിക്കകത്തുള്ള തീവ്രവാദത്തെ, ഭീകരവാദത്തെ എങ്ങനെ നേരിടണം എന്നുള്ള വലിയ ഒരു പ്രശ്നം കൂടി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. നോക്കൂ, അത് ഒരു കോളേജിലെ പ്രധാനപ്പെട്ട ഒരു കോളേജിലെ അധ്യാപകൻ, ഒരു പ്രൊഫസർ, അതല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ, ഇവരൊക്കെ തന്നെ ഇതിനകത്തേക്ക് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് വരുമ്പോൾ, മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ വരുമ്പോൾ പൊതുസമൂഹത്തിന് കൂടി അതിനെതിരെ ഒരു ജാഗരൂകത വേണ്ടത് കൂടിയുണ്ട്. നോക്കൂ, എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നു. കാരണം ഇവിടെ മൈലുകൾക്കപ്പുറത്തുള്ള പാലസ്തീന് വേണ്ടിയിട്ട് സംസാരിച്ച പല ആളുകളും, പാലസ്തീന് വേണ്ടി ഉണ്ടായിട്ടുള്ള ബഹളങ്ങളും കോലാഹലങ്ങളുടെയും 100-1 പോലും ഇവിടെ നമ്മുടെ രാജ്യത്തൊരു തീവ്രവാദി ആക്രമണം ഉണ്ടായപ്പോൾ അതിനെ അപലപിക്കുന്നതിന് ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. പ്രത്യേകിച്ച് കേരളം, നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ അടക്കമുള്ള ആളുകൾ അതിന് വേണ്ടിയിട്ടൊരു അവധാനത കണ്ടിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. പലപ്പോഴും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു പൊതുസമൂഹം എന്നുള്ള രീതിയിൽ എങ്ങനെ ഈ തീവ്രവാദ പ്രവർത്തനത്തെ തള്ളിക്കളയാം, അല്ലെങ്കിൽ അതിൽ ഒരു വിഷയമുള്ളത്,
ഇത് എപ്പോഴാണ് ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത്? ഇന്നലെ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ യോഗം ചേർന്നതിന് ശേഷം അശ്വിനി വൈഷ്ണവ് പ്രസ്താവന നടത്തുമ്പോൾ മാത്രമാണ് ഇതൊരു ഭീകരാക്രമണം എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഉത്തരവാദിത്തമില്ലാതെ ഒരു ഭീകരാക്രമണമെന്ന സ്ഥിരീകരണമില്ലാതെ അതിനെ അപലപിക്കുക, ആ നിലയിൽ അപലപിക്കുക എന്നത് പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് അത് ഉത്തരവാദിത്തരഹിതമായി പോകുമല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ കാണണം അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ. എന്ത് ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമാണ് എന്റെ രേണുക? ശരി, അപ്പോ നമ്മുടെ എത്ര വിമാനങ്ങൾ തകർന്നു? അമേരിക്കയാണോ നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെപ്പിച്ചതെന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരവാദിത്തോട് കൂടിയിട്ടാ? കേരളത്തിലെ കോൺഗ്രസ് KPCC ഇവിടെ ട്വീറ്റ് ചെയ്ത് എന്ത് ഉത്തരവാദിത്തോട് കൂടിയിട്ട് പാകിസ്ഥാൻ പങ്കില്ല എന്ന് പറഞ്ഞിട്ട് അത് ഉത്തരവാദിത്തമാണ്. അപ്പൊ ഉത്തരവാദിത്തത്തിന്റെ കഥയൊന്നും പറയണ്ട. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം പറയുന്നത്. ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ ആ വിഷയത്തിൽ നോക്കിക്കോളൂ. കൃത്യമായിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങളെ, അതിലെ ഇത്തരത്തിലുള്ള റാഡിക്കലൈസേഷനെ കുറ്റപ്പെടുത്തുന്നതിൽ, മാറ്റി നിർത്തുന്നതിൽ, ഒറ്റപ്പെടുത്തുന്നതിൽ കൃത്യമായിട്ട് ഒരു അവധാനത നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷങ്ങൾ കാണിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് ഈ സമയത്ത് ചർച്ച ചെയ്തില്ലെങ്കിൽ പിന്നെ ഏത് സമയത്താണ് ചർച്ച ചെയ്യുക എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ തരത്തിലുള്ള ആളുകളെ മാറ്റി നിർത്തുന്നതിന്, ഇതിനെതിരെ ഒരു വ്യാപകമായിട്ടുള്ള ഒരു ചർച്ച നടത്തുന്നതിനോ അല്ലെങ്കിൽ വലിയൊരു ക്യാമ്പയിൻ തുടങ്ങുന്നതിനോ ഒന്നും പൊതുസമൂഹം ഇപ്പോഴും തയ്യാറായിട്ടുണ്ടോ? അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ മുഖ്യധാര പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളൊക്കെ തയ്യാറായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. അപ്പോൾ അതാണ് ഞാൻ ഉദാഹരണത്തോട് കൊടുക്കുന്നത്. എന്തുകൊണ്ട്, എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. എന്തുകൊണ്ട് പാലസ്തീൻ ഐക്യദാർഢ്യം നടത്തിയ ആളുകള് നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കി ഞാൻ പറയുന്നില്ല, കണ്ണീരൊഴുക്കിയ ആളുകള് എന്തുകൊണ്ട് നമ്മുടെ സ്വന്തം നാട്ടില്, അത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യത്തിൽ പഹൽഗാം ആക്രമണത്തിൽ നടന്നു കേട്ടോ. പഹൽഗാം ആക്രമണം നടന്ന സമയത്ത് കേരളത്തിലടക്കം ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകരോ സിനിമാ പ്രവർത്തകരോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ സന്നദ്ധ സംഘടനയുടെ ആളുകളൊന്നും പഹൽഗാം ആക്രമണത്തിൽ മരിച്ച നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് മെഴുകുതിരി കത്തിച്ചിരുന്നില്ല, കണ്ണീരൊഴുക്കിയിരുന്നില്ല. പകരം പാലസ്തീനു വേണ്ടി ഒഴുക്കിയോട്ടെ, അത് ഞങ്ങൾക്കെതിരൊന്നുമില്ല. പാലസ്തീന് വേണ്ടിയിട്ടല്ല, സുഡാന് വേണ്ടിയിട്ടല്ല, ലോകത്തിലെ ഏത് നാട്ടിലെ മനുഷ്യന് വേണ്ടിയിട്ടും കഷ്ടവും ദുരിതം അനുഭവിക്കുന്ന ഏതൊരു നാട്ടിലെ മനുഷ്യന് വേണ്ടിയിട്ടും നമ്മുടെ ആളുകൾ എത്ര വേണമെങ്കിലും സംസാരിച്ചു കൊള്ളട്ടെ. പക്ഷെ നമ്മുടെ നാടിനകത്തേക്ക് വരുമ്പോൾ തീവ്രവാദ പ്രവർത്തനങ്ങളെ, ഇത്തരത്തിലുള്ള വിധ്വംസക ശക്തികളെ തെറ്റു പറയുന്നതിന്, അവർക്കെതിരെ സംസാരിക്കുന്നതിന് പ്രതിപക്ഷ സംഘടന പാർട്ടികൾക്ക് ഒരു വിമ്മിഷ്ടമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഇനിയെങ്കിലും അവർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ഇപ്പോ എനിക്ക് മുമ്പ് സംസാരിച്ച വേണുഗോപാൽ സാർ പറഞ്ഞൊരു കാര്യം ഞാൻ എടുത്തു പറയാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. കാരണം നമുക്ക് ഈ മണ്ണ് പോയാൽ വേറെ മണ്ണില്ല. ഇവിടെ നമ്മളിത് പ്രതീക്ഷിക്കുന്നവരൊന്നല്ല. ഇപ്പൊ കേന്ദ്ര സർക്കാരിനെ വേണമെങ്കിൽ കുറ്റം പറയാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുറ്റം പറയാം. തീവ്രവാദികളുടെ അവസാന ലക്ഷ്യം ആരാണ്? തീവ്രവാദികളുടെ അവസാന ലക്ഷ്യം BJP ഒന്നുമല്ല, കേന്ദ്ര സർക്കാർ മാത്രമൊന്നുമല്ല. അവരുടെ ഒന്നാമത്തെ ലക്ഷ്യം മാത്രമായിരിക്കും ഭരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അവർ നമ്മൾ ഓരോരുത്തരുടെയും വാതിലുകളിൽ മുട്ടുക തന്നെ ചെയ്യും, തോക്കുമായിട്ട് വന്നിട്ട്. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക. പൊതുസമൂഹം, രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെയുള്ളവർ തുറന്ന ചർച്ച ചെയ്ത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുക എന്നുള്ളത് കൂടി ഈ ഒരു സമയത്ത് അത്യന്താപേക്ഷിതമാണ്. ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഇതിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകേണ്ടുന്നതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് താങ്കൾ സൂചിപ്പിക്കുകയായിരുന്നു. താങ്കൾ നേരത്തെ തന്നെ ഇത് ഇന്ത്യൻ മണ്ണിൽ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ടെററിസ്റ്റുകളെ ഉപയോഗിച്ച് നടത്തിയ ആക്രമണമാണ്, അതിൻ്റെ സാഹചര്യം ഗൗരവത്തോടുകൂടി പരിശോധിക്കണം എന്നൊരു കാര്യം കൂടി പറഞ്ഞു. അവിടെ എനിക്കൊരു ചോദ്യമുള്ളത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആഫ്റ്റർ പഹൽഗാം സഭയിൽ ചർച്ച നടക്കുമ്പോൾ ചിദംബരം ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയം സഭയിൽ പറഞ്ഞിരുന്നു. അദ്ദേഹം ഇന്നത് വീണ്ടും ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അത് രണ്ട് തരത്തിലുള്ള ടെററിസ്റ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഫോറിൻ ട്രെയിൻഡ് ഇൻഫിൽട്രേറ്റഡ് ടെററിസ്റ്റ് ആൻഡ് ഹോം ഗ്രോൺ ടെററിസ്റ്റ്. I said so in parliament during the debate on Operation Sindoor. I was mocked and trolled for the reference to homegrown terrorist എന്നാണ് ചിദംബരം സൂചിപ്പിച്ചത്. കാരണം ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ടെററിസ്റ്റ് ഉണ്ടെന്നും ഇങ്ങനെയുള്ള ആക്രമണങ്ങളുടെ സാഹചര്യവും സാധ്യതകളും അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പാർലമെന്റിൽ നടക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടതിന്റെ പേരിൽ ട്രോൾ ചെയ്യപ്പെട്ടു താൻ എന്നതാണ് ചിദംബരം പറയുന്നത്. ഈ അഭിപ്രായം ഇപ്പോൾ പറഞ്ഞതിന് BJP ചിദംബരത്തെ ആക്രമിക്കുന്ന നില കൂടി നമ്മൾ കാണുകയാണ്. BJP സ്പോക്സ് പേഴ്സൺ പ്രദീപ് ഭട്ടാരിയ ഒക്കെ പറയുന്നത്, എന്തിനാണ് ഭീകരവാദികൾക്ക് വേണ്ടി കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുന്നത് എന്നത് ചോദിച്ച് ചിദംബരത്തെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. താങ്കൾ പറഞ്ഞത് ശരിയായ നിലയാണ്. കാരണം ഇതിൽ ഇത്തരം ചർച്ചകൾ നടക്കണം, ഏത് തരത്തിലുള്ള ഭീകരവാദത്തെ നേരിടണം. അപ്പോൾ അങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തുന്നവരെ, അത് പറയുന്നവരെ ഈ രീതിയിലാണോ കൈകാര്യം ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം കൂടി അവിടെ ഉയരുന്നില്ലേ ശ്യാം? ചിദംബരം എന്താ പറഞ്ഞത്? ഞാൻ ഇത്രയും നേരം പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? അല്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായി. ചിദംബരം പറഞ്ഞത് ടെററിസ്റ്റുകളെ രണ്ട് തരത്തിലുണ്ട്, അത് രണ്ടായി കാണണം. ഫോറിൻ ട്രേഡ്, ഇൻഫിൽട്രേറ്റഡ് ടെററിസ്റ്റ് ആൻഡ് ഹോം ഗ്രോൺ ടെററിസ്റ്റ് എന്ന